വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞാനൊരു തേക്കടിക്കാരി. കഴിഞ്ഞ ആഴ്ച ഞങ്ങളൊന്ന് ബാംഗ്ലൂർ വരെ പോയി. ബാംഗ്ലൂർ പോയിട്ട് അവിടെ പോയി കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. നല്ല മഴയായിരുന്നു. എങ്കിലും ആ പോകുന്ന വഴിയിലുള്ളൊരു കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ പോയപ്പോൾ എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ബർത്ത്ഡേ നന്നായി സെലിബ്രേറ്റ് ചെയ്തു. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് പുറം കാഴ്ചകൾ കാണാൻ പറ്റിയില്ല. ഇപ്പോൾ ഫസ്റ്റ് ചെന്ന അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ പുറത്ത് പോയി. ഇപ്പോൾ മോമോസ് അവിടുത്തെ ഒരു സ്പെഷ്യൽ ആണ്. മോമോസ് കഴിച്ചു. അതെല്ലാം ടേസ്റ്റ് നോക്കുകയാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ ഓരോ സാധനങ്ങളും വാങ്ങിച്ച് ടേസ്റ്റ് നോക്കി. മോമോസ് നല്ല രസമുണ്ടായിരുന്നു, നല്ല സോഫ്റ്റായിരുന്നു. പക്ഷേ സാധാരണ നമ്മൾ കാണുന്ന ആ മോമോസിൻ്റെ ഒരു ഷേപ്പിലല്ല അവിടെ കണ്ടേ. നമ്മളുടെ പിടിയുടെയൊക്കെ ഒരു ഷേപ്പിലുള്ള മോമോസായിരുന്നു. പിന്നെ കഴിച്ചത് ബർഗറായിരുന്നു. ബർഗർ എന്ന് പറഞ്ഞാൽ നല്ലൊരു വലിയ സൈസ് ബർഗറാണ്. അപ്പോൾ അത് ഒരു പീസാക്കി തന്നു. അത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. അങ്ങനെ ബർഗർ ഒരു 2 പീസാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും കഴിക്കാൻ പറ്റി. ഒരെണ്ണമാണെങ്കിൽ കഴിക്കാൻ പറ്റുകയില്ല. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചിപ്സ്, പൊട്ടറ്റോ ചിപ്സ് ഉണ്ടായിരുന്നു. അതും സൂപ്പറായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം കഴിച്ച് ആ സ്ട്രീറ്റിൽ കൂടെയൊക്കെ ഇങ്ങനെ കുറേ നടന്ന് ആ കഴിച്ച ഫുഡ് ദഹിക്കണ്ടേ, നടന്ന് ജ്യൂസൊക്കെ കുടിച്ച് വീട്ടിലെത്തി. അത് അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയി. ഫ്രൂട്ട്സൊക്കെ വാങ്ങി. കണ്ടോ, നല്ല നല്ല ഫ്രൂട്ട്സാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. വിഷം തെളിച്ചിട്ട് വന്നതാണോ ഒന്നും അറിയില്ല. എന്നാലും കാണാൻ നല്ല കിടിലൻ ഫ്രൂട്ട്സാണ്. പക്ഷേ പേരറിയാത്ത ഒരുപാട് തരം ഫ്രൂട്ട്സും അവിടെ കണ്ടു. അവരോട് പേര് ചോദിച്ചപ്പോൾ അവർ കന്നഡയിൽ പേര് പറഞ്ഞു തന്നു. മലയാളം അറിയാത്ത നമുക്ക് കന്നഡ പറഞ്ഞു തന്നാൽ എവിടെ മനസ്സിലാവാനാണ്. അതും കഴിഞ്ഞ് ഞങ്ങൾ കുറേ നടന്നെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ പിറ്റേ ദിവസമാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഇത് പിറ്റേ ദിവസം ഞങ്ങൾ നീലാദ്രിയിലാണ് മോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യാൻ പോയത്. നീലാദ്രി എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് ഒരു നല്ല റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ പോയത്, വില്ലേജ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ പോയി ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ചു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീനുള്ള റെസ്റ്റോറൻ്റാണ്. സൂപ്പറാണ്. നല്ല ആംബിയൻസാണ് അവിടെ. അപ്പോൾ എല്ലാവരും ബാംഗ്ലൂർ പോകുമ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാനൊന്നും പറ്റില്ല. എന്നാലും പറയാണ്, പറ്റുന്നവർ അവിടെ പോയിട്ട്. ഈ നീലാദ്രി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ അവിടെ ഞങ്ങൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. ഈ ഫുഡിൻ്റെ എല്ലാം പേരൊന്നും എന്നോട് ചോദിച്ചേക്കരുത്, എനിക്കറിയില്ല. അതൊക്കെ മോനാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ സ്റ്റാർട്ടർ വന്ന സംഭവം തൊട്ട് തുടങ്ങി. സ്റ്റാർട്ടർ തന്നെ നോൺ വെജാണ്. അതിൻ്റെ പേരൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ എനിക്ക് പറയാൻ കിട്ടുന്നില്ല. അപ്പം ഞങ്ങൾ സ്റ്റാർട്ടർ കൊണ്ടുവന്ന് വലിയൊരു പീസായിട്ട് കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ആ പുള്ളിയാട് തന്നെ ഞങ്ങളൊന്ന് സെർവ് ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ സെർവ് ചെയ്തു. സ്റ്റാർട്ടർ തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഹൈദരാബാദി ദം ബിരിയാണി, സ്പെഷ്യൽ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അത് കൊണ്ടുവന്ന് നോക്കുമ്പോൾ വലിയൊരു ക്വാണ്ടിറ്റി ആയിരുന്നു. അപ്പോൾ സ്റ്റാർട്ടറും കഴിച്ച് ചിക്കൻ്റെ വേറൊരു ഐറ്റം വാങ്ങിച്ചായിരുന്നു. ഇത് കണ്ടോ. അപ്പോൾ ഇത് ഒക്കെ കൂടെ കഴിച്ച് വന്നപ്പോഴത്തേനും വയറ് ഫുള്ളായി. അതിൻ്റെ ആ ചട്നിയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സംഗതിയൊക്കെ ടേസ്റ്റാണ്, പക്ഷെ നമുക്ക് കഴിക്കാൻ വയറ് വേണ്ടേ, അതായിരുന്നു പ്രശ്നം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ കഴിക്കുന്നത് നിങ്ങൾക്ക് കണ്ടിട്ട് ആർക്കെങ്കിലും കൊതി തോന്നുന്നുണ്ടോ, അതോ ഒരിഷ്ടം തോന്നുന്നുണ്ടോ? അപ്പോഴേക്കും നമ്മളുടെ ബിരിയാണി വന്നിട്ടുണ്ട്. ബിരിയാണിയിൽ മുട്ടയൊക്കെ ഉണ്ട്. മുട്ട 4 മുട്ടയല്ല കേട്ടോ, 2 മുട്ട ഒരു ഹാഫാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. ബിരിയാണി നല്ല സൂപ്പറായിരുന്നു. ഞാൻ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ ഹെവി ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് കഴിക്കാനൊന്നും പറ്റിയില്ല. ബാക്കി കളഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പാക്ക് ചെയ്തെടുത്തിട്ട് വീട്ടിൽ വന്ന് രാത്രിയിലും ഞങ്ങൾ ബിരിയാണി തന്നെ കഴിച്ചു കേട്ടോ. ഇത് ഹൈദരാബാദി ദം ബിരിയാണി ഫാമിലി പാക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഹെവി ക്വാണ്ടിറ്റി വന്നത്. അപ്പോൾ എന്തായാലും മോൻ്റെ ബർത്ത്ഡേ അല്ലേ എന്നോർത്തിട്ട് ഞങ്ങൾ ശരിക്കും അടിച്ചു പൊളിച്ചു. പിറന്നാളാണെങ്കിൽ നോൺ വെജ് കഴിക്കാൻ സമ്മതിക്കുകയില്ല. പിറന്നാളിന് സദ്യ തന്നെയാണ്. ഇത് ഡേറ്റ് ഓഫ് ബർത്താണ്, ബർത്ത്ഡേ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്ത് പോയിട്ട് നോൺ വെജ് കഴിച്ചത്. അപ്പോൾ അതായാലും നല്ല ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ വീട്ടിൽ വന്നു. ഞങ്ങളിവിടെ കേക്കൊക്കെ കട്ട് ചെയ്തു. നല്ല ചീസ് കേക്കായിരുന്നു. അത് നല്ല ടേസ്റ്റായിരുന്നു. മോളാണ് കേക്ക് ഓർഡർ കൊടുത്തത്, മോൻ്റെ വൈഫ്. അപ്പോൾ അവൾ സർപ്രൈസ് ഇവൻ കേക്ക് വേണ്ട പറഞ്ഞു. ഇവൻ ക്രീം കേക്ക് ഒന്നും കഴിക്കില്ല. അപ്പോൾ കേക്ക് വേണ്ടാന്ന് പറഞ്ഞിരുന്നു.
പക്ഷെ അവളിത് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് വന്നതാണ്. പക്ഷെ കഴിച്ചപ്പോൾ നല്ല നല്ല കേക്ക് ചീസായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ ചെറുതായിട്ട് കേക്ക് കട്ടിങ് ഞങ്ങൾ 4 പേരും മാത്രമേ ഉണ്ടായുള്ളൂ. പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ 4 പേരും കൂടി അവൻ മെഴുകുതിരിയൊക്കെ ഊതി ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് കേക്ക് മുറിച്ച് അതിന് ലാവിഷായിട്ട് കഴിച്ചു. ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ എൻ്റെ മകൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അടിപൊളിയായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഞാനിത് എപ്പോഴും പറയുന്നതുകൊണ്ട് നിങ്ങൾക്കത് ഇറിറ്റേഷനായിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ